വചനമൊഴി മെയ് 31. വചനഭാഗം റോമ 12:9-16, ലൂക്കായുടെ സുവിശേഷം 1:39-45. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ആ ദിവസങ്ങളിൽ തന്നെ മറിയം എഴുന്നേറ്റ് യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലീശുവയെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം എലീശുവ കേട്ടപ്പോൾ അവളുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലീശുവ പരിശുദ്ധാത്മാവാൽ പൂരിതയായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാൻ ഞാൻ ആര്? എന്തെന്നാൽ ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ കാതുകളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ ആനന്ദത്താൽ കുതിച്ചു ചാടി. കർത്താവ് തന്നോട് അരുൾ ചെയ്തവയ്ക്ക് പൂർത്തീകരണമുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ അനുഗ്രഹീത. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സന്ദർശന തിരുനാളാണ്. പരിശുദ്ധ കന്യകാമറിയം തനിക്ക് മംഗളവാർത്ത ലഭിച്ചതിന് ശേഷം തൻ്റെ ഇളയമ്മയായ എലീശുവയെ സന്ദർശിക്കുന്നതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ഗലീലിയായിലെ നസ്രത്തിലായിരുന്ന കന്യകാമറിയം അവിടെ നിന്നും യൂദയായിലെ മലമ്പ്രദേശത്തിലെ ഒരു പട്ടണത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഈ സ്ഥലം ഐൻകാരം എന്നാണ് അറിയപ്പെടുന്നത്. സഭയുടെ ആദ്യകാല പാരമ്പര്യം മുതൽ സ്നാപയോഹന്നാന്റെ ജന്മസ്ഥലം ഇവിടെയാണ് വണങ്ങപ്പെടുന്നത്. ഗലീലിയയിലെ നസ്രത്തിൽ നിന്ന് ഏകദേശം 140ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് ആണ് മറിയം ഐൻകാരം എന്ന സ്ഥലത്തെത്തി എലിസബത്തിനെ സന്ദർശിക്കുന്നത്. എലിസബത്തിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി മറിയം തിടുക്കത്തിൽ യാത്ര ചെയ്തു എന്ന തിരുവചനം പറയുന്നത്. തിടുക്കത്തിൽ യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ അസാധാരണമായി യൂദയായിലേക്ക് ഒരു യാത്ര നടത്തുന്നതാണ്. സാധാരണ ഗലീലിയായിലുള്ളവർ യൂദയായിലേക്ക് ജെറുസലേമിലേക്കൊക്കെ യാത്ര ചെയ്യുന്നത് തിരുനാളുകളോടനുബന്ധിച്ച. എന്നാൽ അതിങ്ങനെ ഒന്നും കാത്തു നിൽക്കാതെ തിടുക്കത്തിൽ ഒരു യാത്ര. മറിയത്തിന്റെ ആ തിടുക്കം ശുശ്രൂഷ ചെയ്യുവാനുള്ള തിടുക്കമാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ മറിയത്തിന്റെ ഈ തിടുക്കം തങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ പങ്കുവെക്കുന്നതിനും സന്തോഷം പങ്കുവെക്കുന്നതിനും വേണ്ടിയുള്ള ഒരു യാത്ര കൂടിയാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദർശന തിരുനാള് ആചരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന ഈശോ മിശിഹായെ പരിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുന്ന നമുക്കും ആവശ്യങ്ങളുള്ളിടത്തേക്ക് തിടുക്കത്തിൽ യാത്ര ചെയ്യുവാനും അവരെ ശുശ്രൂഷിക്കുവാനും പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവസാന്നിധ്യം വഹിക്കുന്നവരായി മാറുവാൻ, ദൈവകൃപ പങ്കുവെക്കുന്നവരായി മാറുവാൻ പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.